നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പീച്ചി അണക്കെട്ടിലെ കുട്ടവഞ്ചി സവാരി റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ശക്തൻ സ്റ്റാൻഡ് ആധുനിക രീതിയിലുള്ള കോൺക്രീറ്റിംഗ് അടുത്ത വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് മേയർ MK വർഗീസ്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. 13-ന് വോട്ടെടുപ്പ് ആരംഭിക്കും. തൃശൂർ ഫിലാറ്റലിക് ക്ലബ് നവംബർ 15, 16, 17 തീയതികളിൽ നാഷണൽ ലെവൽ സ്റ്റാമ്പ് നാണയ പ്രദർശനം ആരംഭിക്കും. വിശദമായ വാർത്തകളിലേക്ക്. പീച്ചി ഡാമിൽ കുട്ടവഞ്ചി സവാരി റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള വനം വകുപ്പ് പീച്ചി DYFOയുടെ നേതൃത്വത്തിൽ പീച്ചി ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായാണ് കുട്ടവഞ്ചി സവാരി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ KV സജു, KK രമേശ്, പഞ്ചായത്ത് അംഗം ബാബു തോമസ്, വൈൽഡ് ലൈഫ് വാർഡൻ VG അനിൽകുമാർ, പീച്ചി ഇറിഗേഷൻ AE SS റോഷ്നി തുടങ്ങിയവരും സംസാരിച്ചു. പീച്ചിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ ടൂറിസം മേഖലയിലെ ഒരു ഹബ്ബായി ഈ നാട് മാറുന്നതിന് വേണ്ടി വലിയ പരിശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറച്ച് നാളായി നടന്നു വരുന്നത്. നിർഭാഗ്യവശാൽ 2018 പ്രളയം, അതിനുശേഷം 2 വർഷം തുടർച്ചയായിട്ടുണ്ടാക്കിയിട്ടുള്ള കോവിഡ്, ഈ ഗവൺമെൻറ്റിൻ്റെ തുടക്കത്തിലും 1 വർഷക്കാലം തുടർച്ചയായിട്ടുണ്ടായ കോവിഡ്, മറ്റ് അനവധി പ്രശ്നങ്ങൾ നമ്മൾ വിചാരിക്കുന്ന അളവിലും അർത്ഥത്തിലും പീച്ചിയിലെ ടൂറിസം മേഖല കൊണ്ടുവരാനുള്ള ആശയത്തിലേക്ക് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ കടക്കുന്നതേ ഉള്ളൂ. കാര്യം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളെയൊക്കെ ഉദ്ദീപിപ്പിക്കും വിധം ചിമ്മിനി ഡാമിൻ്റെ കഥയും അപ്പുറത്തെ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും സത്യപ്രതിജ്ഞ ചെയ്തത് പ്രത്യേകിച്ച് മമതയും വിദ്വേഷവും ഇല്ലാതെയാണെങ്കിലും മണ്ഡലത്തിൻ്റെ കാര്യത്തിൽ നമുക്കൊരു പ്രത്യേകമായിട്ടുള്ള മമതയ്ക്ക് ഒല്ലൂർ പോവുക. ദീർഘകാലമായിട്ടുള്ള ഒല്ലൂരിൻ്റെ ഒരു ആശയവും ആഗ്രഹവുമാണ് ഒല്ലൂരിനായി ഒരു DMC, ഒല്ലൂരിനായി ഒരു ടൂറിസ്റ്റ് കോറിഡോർ. ഇത് നേരത്തെ ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയ കാര്യമാണ്. അതിൻ്റെ ഭാഗമായി 8.5 വർഷക്കാലം മുമ്പ് പറഞ്ഞ ടൂറിസ്റ്റ് കോറിഡോറിൻ്റെ ഓരോ എലമെൻ്റായി കിളി കൂടുവയ്ക്കുന്നത് പോലെ കൊണ്ടുവന്ന് നിർത്തിയതിൻ്റെ അവസാനത്തെ ലാപ്പിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നു. ചിയാരത്ത് വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഔപചാരികമായി ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്തും കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയ ആദ്യത്തെ 2 കോടിയിൽ ആരംഭിച്ച് പുത്തൂരിലെ കായൽ ടൂറിസം അതിൻ്റെ പ്രത്യേകമായ ഒരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് നാടിനെ അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ഒരു സഞ്ചാര കേന്ദ്രമായി മാറുകയാണ്. അവിടെ നിന്ന് നമ്മുടെ മലയോര ഹൈവേ കൂടി ഉറപ്പിച്ചു വന്നാൽ ആളുകൾ ധാരാളമായി പിന്നെ എത്തിച്ചേരാൻ പോകുന്നൊരു ഡെസ്റ്റിനേഷനാണ് പീച്ചി. പീച്ചിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. പീച്ചി വൈവിധ്യങ്ങളുടെ ഒരു കലവറയാണ്. പീച്ചിയിൽ കാണാൻ കഴിയുന്ന, ഇപ്പോൾ ഇവിടെ നേരത്തെ അനിൽ സൂചിപ്പിച്ചതുപോലെ പീച്ചിയിൽ കുറച്ചു കാലമായി, രമേശൊക്കെ അതിൻ്റെ പ്രധാനപ്പെട്ട വക്താക്കളാണ്. തൃശൂർ ശക്തൻ സ്റ്റാൻഡ് ആധുനിക രീതിയിലുള്ള കോൺക്രീറ്റിംഗ് അടുത്ത വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് മേയർ MK വർഗീസ് അറിയിച്ചു. 1987 അന്നത്തെ കൗൺസിൽ സമഗ്ര മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് NR കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയെ ഏൽപ്പിച്ചു. അവരുമായി ഉണ്ടായ തർക്കം മൂലം 37 വർഷം ശക്തൻ നഗറിന്റെ വികസനം നടത്താൻ കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോഴത്തെ ഭരണസമിതി ഈ തർക്കം പരിഹരിച്ച് ശക്തൻ വികസനത്തിന് പുനർജീവൻ നൽകി. 2024 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് മേയർ MK വർഗീസിന്റെ അധ്യക്ഷതയിൽ MLA P ബാലചന്ദ്രൻ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് മേയർ മാധ്യമപ്രവർത്തകരെ അറിയിച്ചു. അപ്പോൾ അതിനൊരു ശാമോഷം കൊടുക്കി നമുക്കറിയാം. ഇത്ര നീണ്ട 37 വർഷക്കാലം അത് ഈ പറഞ്ഞ പോലെ തന്നെ NRC എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുമായിട്ടുള്ള ഒരു കൺസൾട്ടൻസിയുടെ ഭാഗമായിട്ട് നമുക്കിത് കേസായിട്ട് എടുക്കിയത്. ഇപ്പോൾ ഒരു മീഡിയേഷൻ കഴിഞ്ഞ് ധാരണയായി അതിനകത്ത് നിന്ന് ഇപ്പോൾ മുക്തി ലഭിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ വലിയ പദ്ധതികളൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്
ശക്തനെ നമ്മൾ നിലനിർത്തിയിരിക്കുന്നത്. നമുക്കറിയാം PPP പദ്ധതി പ്രകാരം അതല്ലെങ്കിൽ CSR ഫണ്ടൊക്കെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ അതിന് ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഒരു 700,000 കോടി രൂപയുടെ ഉള്ളിലുള്ള വികസനമാണ് ശക്തനിൽ നമ്മൾ സ്വപ്നം കാണുന്നത്. അതുവരെ നമുക്ക് എന്ത് ചെയ്യണം? കാരണം ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡുകൾ നമുക്കറിയാം, അവിടെ അത് ഒരു ടെമ്പററി ആയിട്ട് നമുക്ക് അടിയന്തരമായി നമുക്കതിനെ പൂർത്തീകരിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ 15-ാം തീയതി നമ്മൾ അവിടെ കോൺക്രീറ്റും തുടങ്ങുന്നത്. അതുപോലെ തന്നെ ലൈറ്റുകൾ കുറച്ച് സ്ഥാപിക്കാനുണ്ട്, മെയിൻ്റനൻസ് കുറച്ച് നടത്താനുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ബസ് സ്റ്റാൻഡ് ടെമ്പററി തൊട്ട് അടുത്തുള്ള നമുക്കറിയാം നമ്മുടെ അശോക് ഇന്നിൻ്റെ ഭാഗമായിട്ടുള്ള അവിടെയും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് നമ്മളൊരു പുതിയ ടെമ്പററി അറേഞ്ച്മെൻറ്റ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകും. ആ അറേഞ്ച്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മാസക്കാലെങ്കിലും നമുക്ക് ഇതിനെ ഡെവലപ്മെൻറ്റ് എടുക്കാൻ വേണ്ടി നമുക്ക് സമയം വേണ്ടി വരും. അപ്പോൾ ആ ബസ് സ്റ്റാൻഡിൻ്റെ ആ പ്രവൃത്തി പൂർത്തീകരിക്കുന്നത് വരെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പോലീസും അതുപോലെ തന്നെ ആർട്ടിഒ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ ഇവിടുത്തെ വാഹനങ്ങളുടെ ഉടമകളുമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിച്ച് കൊടുക്കണം, അതിനുള്ള നടപടിക്രമങ്ങളുമായിട്ടാണ് നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതിന് സഹായം ഞങ്ങളെയൊക്കെ വേണം, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. കാരണം പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആദ്യം പറയുമെങ്കിലും നമ്മൾ എന്ത് വില കൊടുത്തും ശക്തൻ സ്റ്റാൻഡ് നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് പൂർത്തീകരിക്കണം. അതിൽ കുന്നംകുളത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്കുള്ള വഴിയും അതുപോലെ തന്നെ പാലക്കാട്ടേക്ക് പോകുന്ന വാഹനങ്ങളുടെ വഴിയൊക്കെ സെപ്പറേറ്റ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിന് ഞങ്ങളുടെയൊക്കെ സഹായം നമുക്ക് വേണം. ശക്തനെ നമുക്ക് മാസ്റ്റർ പ്ലാനിലുള്ളതുപോലെ തന്നെ ശക്തൻ മാസ്റ്റർ പ്ലാനിലുള്ളതുപോലെ തന്നെ ഇനി ഞാൻ അതുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ചർച്ച നമ്മുടെ ടൗൺ പ്ലാനിങ്ങും അതുപോലെ തന്നെ ജനപ്രതിനിധികളെയും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ നിർത്തി നമ്മൾ പൂർത്തീകരിച്ചു. അവർ കൂടി ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ മാറ്റം നമുക്ക് തൃശ്ശൂർ ശക്തനിൽ കൂടി ഉണ്ടാകണം. അതിന് മീഡിയ മാധ്യമങ്ങളൊക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം. ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾക്ക് ഒരു അപാകത വരുന്നുണ്ടെങ്കിൽ ആ അപാകത ചൂണ്ടിക്കാണിക്കണം. ഒപ്പം തന്നെ നല്ല പ്രവർത്തികൾ കാണുമ്പോൾ അത് മുന്നോട്ട് നയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് ഇതിനോട് പറയാൻ. ആധുനിക രീതിയിലുള്ള ശക്തൻ മാസ്റ്റർ പ്ലാൻ ആരംഭിക്കുന്നു. ആദ്യഘട്ടം തിങ്കളാഴ്ച. 1987 മുതൽ പരിഹരിക്കാതെ കിടന്ന ശക്തൻ നഗർ സമഗ്ര വികസനത്തിന് തടസ്സമായി നിന്നിരുന്ന NR കൺസ്ട്രക്ഷനും പഴയ മുനിസിപ്പാലിറ്റിയും പിന്നീട് കോർപ്പറേഷനും തമ്മിലുള്ള തർക്കം 2024 ഒക്ടോബർ 15-ന് രമ്യമായ രീതിയിൽ പരിഹരിച്ച് ശക്തൻ നഗർ വികസനം അതിവേഗം ആരംഭിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. തൃശൂർ നഗരത്തിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രവും ബസ് സ്റ്റാൻഡും സ്ഥിതി ചെയ്യുന്ന ഇടമാണ് ശക്തൻ നഗർ. 37 വർഷങ്ങൾക്ക് മുൻപ് ആ കാലഘട്ടത്തിനനുസൃതമായ പച്ചക്കറി മാർക്കറ്റ്, ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന പ്രവൃത്തിയുടെ പ്ലാൻ, എസ്റ്റിമേറ്റ്, ലേഔട്ട് അംഗീകാരം സമർപ്പിക്കുന്നതിന് കൌൺസിൽ തീരുമാനപ്രകാരം NR കൺസ്ട്രക്ഷനെ ചുമതലപ്പെടുത്തി. 1999 തയ്യാറാക്കിയ പൂർണ്ണ രൂപത്തിലുള്ള പ്ലാൻ അന്നത്തെ മുനിസിപ്പാലിറ്റി അംഗീകരിച്ചു. ഇതിന്റെ ഭാഗമായി 15 കോടി രൂപയുടെ DPR തയ്യാറാക്കിയതിന് 2.33% പ്രകാരം 35 ലക്ഷത്തോളം NR കൺസ്ട്രക്ഷന് നൽകാനുണ്ടായിരുന്നു. 2000-ൽ വിവിധ പഞ്ചായത്തുകൾ കൂട്ടിച്ചേർത്ത് കോർപ്പറേഷൻ രൂപീകരിച്ചു. അന്നത്തെ കോൺഗ്രസ് കൌൺസിലിലെ ഒരു വിഭാഗത്തിന്റെ താൽപര്യപ്രകാരം NR കൺസ്ട്രക്ഷന് നൽകേണ്ടതില്ല ഈ തുക എന്ന് വികസന വിരോധം തീരുമാനം കൈക്കൊണ്ടു. ഇതിന്റെ ഭാഗമായി NR കൺസ്ട്രക്ഷൻ കോർപ്പറേഷനെതിരെ കേസ് നടത്തി. ശക്തൻ നഗർ വികസനം മരവിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി തൃശൂർ നഗരസഭയ്ക്ക് സംഭവിച്ചത് വികസന മുരടിപ്പും കനത്ത സാമ്പത്തിക നഷ്ടവുമാണ്. ഈ കാലഘട്ടത്തിലൊന്നും തയ്യാറാക്കിയ DPR ജനപ്രതിനിധിയായ ഒരാൾ പോലും പരിശോധിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി. ചേലക്കര നിയമസഭാ മണ്ഡലം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിന് തൃശൂർ ജില്ല സജ്ജമായി. നവംബർ 13-ന് രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെ പോളിംഗ്. പോളിംഗിനാവശ്യമായ ഒരുക്കങ്ങൾ ജില്ലാ തിരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തിയായി. 2,13,103 വോട്ടർമാർ ചേലക്കര നിയമസഭാ മണ്ഡലത്തിലുണ്ട്. ആകെ 2,13,103, 1,01,903 പുരുഷന്മാരും 1,11,197 സ്ത്രീകളും 3 ട്രാൻസ്ജെൻഡർ വിഭാഗക്കാരും. ഇതിൽ 10,143 പേർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പേര് ചേർത്ത പുതിയ വോട്ടർമാരാണ്. ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചേലക്കര മണ്ഡലത്തിലെ വോട്ടെടുപ്പ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രമായി നിശ്ചയിച്ചിരിക്കുന്ന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ
ചെറുതുരുത്തി പോളിംഗ് സ്റ്റേഷനുകളായി വിജ്ഞാപനം ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് നവംബർ 12 കൂടി അവധിയായിരുന്നു. വോട്ടെടുപ്പ് ദിനമായ 13 മണ്ഡലത്തിലെ എല്ലാ സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് വേതനത്തോടെ പൊതു അവധിയാണ്. വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രമായ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു. GPS ഘടിപ്പിച്ച പ്രത്യേക വാഹനങ്ങളിൽ പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരെ ബൂത്തുകളിൽ എത്തിച്ചു. യാത്രാവേളയിൽ പോലീസും സെക്ടറൽ ഓഫീസറും അനുഗമിക്കുന്നുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിൽ വിപുലമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ അഴിമതികളും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതവും ചർച്ച ചെയ്യാതെ കള്ളപ്പണവും നീലപ്പെട്ടിയുമാണ് ചേലക്കര പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഷാഫി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നാട്ടിക MLA CC മുകുന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് മസൂദ് കെ വിനോദ് MLAയുടെ വ്യാജ ഒപ്പിട്ട് നിയമസഭാ സമ്മേളന സമയത്ത് അധികം ജോലി ചെയ്ത് 85,000 രൂപ വാങ്ങിയെടുത്തതായി വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ നിയമസഭാ സെക്രട്ടറി അറിയിച്ചതായി മുഹമ്മദ് ഹാഷ് പറയുന്നു. ഇടതുപക്ഷ സർക്കാർ കാണിക്കുന്ന നിരവധി അഴിമതികൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ നീലപ്പെട്ടി ചർച്ച UDF നടത്തുന്നത് ശരിയല്ല. PV അൻവർ പറയുന്നത് അന്വേഷിക്കണമെന്നും UDF ആവശ്യപ്പെടണമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാടും ചേർക്കരയിലും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഏറെ നിർണായകമായിട്ടൊരു വിവരം നിങ്ങളെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് കാണണമെന്ന് അഭ്യർത്ഥിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളല്ല ഈ തെരഞ്ഞെടുപ്പിൽ പ്രാവശ്യം ചർച്ച ചെയ്യുക എന്നുള്ള വളരെയധികം ദുഃഖം എന്നെ സംബന്ധിച്ചിടത്തോളം. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നിങ്ങൾ മാധ്യമങ്ങളിൽ പോലും വിവാദങ്ങൾക്ക് പറയുന്നത് മാത്രമാണ്. തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം പോലും ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള ദുഃഖത്തിന്റെ ഒരു കണക്കിലാണ് ഇന്ന് ഈ പത്രസമ്മേളനം വിളിക്കാൻ ഇടയുണ്ടായിരുന്ന സാഹചര്യം. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോ പ്രധാനമായിട്ടും ചർച്ച എന്ന് പറയുന്നത് പെട്ടിയാണ്. ഈ ഉപതെരഞ്ഞെടുപ്പില് പ്രധാനമായിട്ട് ചർച്ച എന്ന് പറയുന്നത് പിൻഗാമിയാണ്. അതുപോലെയുള്ള കുറെ കാര്യങ്ങൾ പാലക്കാട് തരത്തില് ചർച്ച വരുന്നത്, ചേലക്കര ചർച്ച വരുന്നത്, ഇത് രണ്ടോടത്തുള്ള ചർച്ചയല്ല വയനാട്ടിലെ ചർച്ച. ഇതെന്താണെന്നുള്ളത് മനസ്സിലാവാത്തതുകൊണ്ട് കൂടിയിട്ടാണ്. ഫിലാറ്റിക് ക്ലബ് തൃശൂർ നവംബർ 15, 16, 17 തീയതികളിൽ MG റോഡിലെ ശ്രീ ശങ്കര ഹാളിൽ നാഷണൽ ലെവൽ സ്റ്റാമ്പ്, നാണയം, കറൻസി, പുരാവസ്തു എക്സിബിഷൻ നടത്തും. ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റാമ്പ് മുതൽ തിരുവിതാംകൂർ, കൊച്ചി രാജാക്കന്മാരുടെ സ്റ്റാമ്പുകളും കറൻസികളും സ്വർണ്ണ കറൻസിയും ചരിത്രരേഖകളും പുരാവസ്തുക്കളും പ്രദർശിപ്പിക്കുന്നു. പാറമേക്കാവ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുശീല മേനോൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്യും. 15 രാവിലെ 9:30 നടക്കുന്ന ചടങ്ങിൽ പ്രമുഖർ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ മധുസൂദനൻ, OK പ്രസാദ്, AR ഷാജി, PL ജോസ് എന്നിവർ പങ്കെടുത്തു. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ, വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി.
35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. മാധ്യമപ്രവർത്തകരെ മോശമായി ചിത്രീകരിക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ധാർഷ്ട്യത്തിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സുരേഷ് ഗോപിയുടെ ഭീഷണിയും അധിക്ഷേപവും സിനിമയിൽ മതി, മാധ്യമപ്രവർത്തകരോട് വേണ്ടെന്ന് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് വിനീത പറഞ്ഞു. പ്രസ് ക്ലബ് ജില്ലാ പ്രസിഡന്റ് ബാബു അധ്യക്ഷത വഹിച്ചു. ശ്രമങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടി വരും. അതിന് നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും സഹകരണം നമുക്ക് ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ ഇത്തരമൊരു മനുഷ്യന് നമുക്ക് ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ജനാധിപത്യ സംവിധാനത്തിൽ മാധ്യമങ്ങളുടെ പങ്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിയോജിപ്പുകൾ ഉണ്ടാവാം, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളിലും യോജിപ്പൊന്നും പാടില്ല. വിയോജിപ്പുകൾ ഉണ്ടാവാം, പ്രവർത്തനത്തോട് വിയോജിപ്പുണ്ടാവാം, അദ്ദേഹത്തിനുണ്ടാവാം. പക്ഷെ അതിനെല്ലാം ഒരു പരിധിയുണ്ട്. അതിനെല്ലാം വിമർശിക്കുന്നതിനും എല്ലാവരും. സ്പേസ് ഓൺ വീൽസ് വീണ്ടും തൃശൂർ ജില്ലയിൽ പര്യടനം തുടങ്ങി. വിജ്ഞാന ഭാരതിയുടെയും ISROയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിജ്ഞാനപ്രദവും കൗതുകകരവുമായ സ്പേസ് ഓൺ വീൽസ് എക്സിബിഷൻ തൃശൂർ ജില്ലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ പ്രദർശനം തുടങ്ങി. ISROയുടെ ചരിത്രനാൾ വഴികളിലെ സാറ്റലൈറ്റ് പ്രക്ഷേപണ മോഡലുകൾ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിശദീകരണവും വിദ്യാർത്ഥികൾക്ക് നൽകും. ബഹിരാകാശ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഇന്ത്യയുടെ സംഭാവനകളെക്കുറിച്ചും സമൂഹ നന്മയ്ക്കുവേണ്ടി ബഹിരാകാശ ഗവേഷണം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും ഈ എക്സിബിഷനിൽ കുട്ടികൾക്ക് വിവരിക്കും. മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂളിൽ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 8:15 സ്കൂൾ അസംബ്ലിയിൽ വെച്ച് വിജ്ഞാന ഭാരതിയുടെ നാഷണൽ സെക്രട്ടറി ജനറൽ വിവേകാനന്ദ പൈ കുട്ടികളെ അഭിസംബോധന ചെയ്യും. ഒരു സ്കൂളിൽ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം 5 മണി വരെ എന്ന രീതിയിലാണ് പ്രദർശനം. 14-ന് പൂങ്കുന്നം പാറമേക്കാവ് സ്കൂളിലാണ് പ്രദർശനം. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരം ഉൾപ്പെടെ നേടിയ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി SN ദക്ഷിണയുടെ ചിത്രപ്രദർശനം 14 മുതൽ 17 വരെ തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കും. 14-ന് രാവിലെ 11-ന് ശ്രീ VK ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് NS ദക്ഷിണ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ, അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്, സെക്രട്ടറി ബാലമുരളി കൃഷ്ണ, ചിത്രകാരിയും ഗവേഷകയുമായ കവിത ബാലകൃഷ്ണൻ, എഴുത്തുകാരി ഷാനു ജിതൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് തുടക്കം. മലപ്പുറം ജില്ലയിൽ താമസക്കാരിയായ ദക്ഷിണ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഈ പ്രായത്തിനിടയിൽ 2500-ലേറെ പുസ്തകങ്ങൾ വായിക്കുകയും കുറിപ്പുകൾ തയ്യാറാക്കുകയും ചെയ്ത ദക്ഷിണ ഇന്ത്യ, ഏഷ്യ, ഇന്റർനാഷണൽ തലത്തിൽ വിവിധ റെക്കോർഡുകൾ നേടിയിട്ടുണ്ട്. വളരെ ചെറുപ്പം മുതൽ വരച്ചു തുടങ്ങി. 2ാം ക്ലാസ് വിദ്യാർത്ഥിയായിരിക്കെ കോഴിക്കോട് നടത്തിയ ചിത്ര പ്രദർശനത്തിലെ വരുമാനമായ 25,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിരുന്നു. അക്രലിക്, വാട്ടർ കളർ, ഓയിൽ പെയിന്റ്, പെൻസിൽ എന്നിവയിൽ തയ്യാറാക്കിയ 100 ചിത്രങ്ങളാണ് അക്കാദമി ആർട്ട് ഗാലറിയിൽ പ്രദർശിപ്പിക്കുക. രാവിലെ 11 മുതൽ രാത്രി 7 വരെയാണ് 4 ദിവസവും പ്രദർശനം. മലപ്പുറം പുത്തനത്താണി ഇലക്ട്രിക്കൽ സെഷനിൽ KECB ഓവർസിയർ, തിരുവനന്തപുരം കാട്ടാക്കട സ്വദേശി നോബിളിന്റെയും ഷൈനിയുടെയും മകളാണ് ദക്ഷിണ. വാർത്താ സമ്മേളനത്തിൽ NS ദക്ഷിണയുടെ അമ്മ ഷൈനിയും പങ്കെടുത്തു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ അനിമൽ കീപ്പറായ യുവാവിനെ കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുത്തൂർ കൈനൂർ സ്വദേശി കൊടേലി വീട്ടിൽ രാജൻ മകൻ 26 വയസ്സുള്ള അമൽരാജാണ് മരിച്ചത്. തിങ്കളാഴ്ച രാത്രി ഡ്യൂട്ടിക്ക് എത്തിയതായിരുന്നു. ജോലി കഴിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെ തിരികെ വീട്ടിലെത്താത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കുളത്തിന് സമീപത്തു നിന്നും അമലിന്റെ ചെരുപ്പും ബാഗും കണ്ടെത്തി. തുടർന്ന് തൃശൂരിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന നടത്തിയ തിരച്ചിലിലാണ് സുവോളജിക്കൽ പാർക്കിലെ കുളത്തിൽ നിന്നും മൃതദേഹം കണ്ടത്. അമ്മ സിന്ധു, അജിൽ, അതുൽ എന്നിവർ സഹോദരങ്ങളാണ്.
കെൽട്രോണിൽ PG ഡിപ്ലോമ ഇൻ അഡ്വാൻസ്ഡ് ജേർണലിസം ആൻഡ് മീഡിയ സ്ട്രാറ്റജീസ് കോഴ്സിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. പ്രിന്റ്, ടെലിവിഷൻ, ഡിജിറ്റൽ മീഡിയ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയവയിൽ അധിഷ്ഠിതമായ ജേർണലിസം പരിശീലനം, ആങ്കറിംഗ്, വാർത്താവതരണം, വാർത്താ റിപ്പോർട്ടിംഗ്, എഡിറ്റോറിയൽ പ്രാക്ടീസ്, PR അഡ്വർടൈസിംഗ്, വീഡിയോഗ്രഫി, വീഡിയോ എഡിറ്റിംഗ് തുടങ്ങിയവയിൽ പരിശീലനമുണ്ട്. വിവിധ സ്ഥാപനങ്ങളിൽ പരിശീലനം, ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ് സപ്പോർട്ട് എന്നിവയ്ക്കുള്ള അവസരം കോഴ്സിന്റെ ഭാഗമായി ലഭിക്കും. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി പൂർത്തിയാക്കിയവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധിയില്ല. കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിലെ കേന്ദ്രങ്ങളിലാണ് ക്ലാസുകൾ. നവംബർ 18 വരെ അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9544958182. മറ്റൊരു വേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽ നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാളും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. വാർത്തകൾ തുടരുന്നു. പീപ്പിൾസ് ക്ലൈമറ്റ് ആക്ഷൻ കേരള, ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറം എന്നിവർ നവംബർ 16 വാഴച്ചാൽ അതിരപ്പള്ളിയിൽ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നവംബർ 16 രാവിലെ 10 മണിക്ക് വാഴച്ചാലിൽ നിന്നും ആരംഭിക്കുന്ന റാലി അതിരപ്പള്ളി വ്യൂ പോയിന്റിൽ സമാപിക്കും. സർക്കാരുകൾക്ക് മനുഷ്യജീവിതത്തിന്റെ കാലാവസ്ഥാ പ്രതിസന്ധിയിൽ ഇടപെടാൻ ലോകത്തെല്ലായിടത്തും കഴിഞ്ഞ 10 വർഷമായി സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. 40 ലക്ഷത്തിലധികം പേർ ഇതുവരെ മാർച്ചിൽ പങ്കെടുത്തു. വാർത്താ സമ്മേളനത്തിൽ PS രവി, ശരത് ചേലൂർ, S ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ മെറീന, വിനീത ചേലൂർ എന്നിവർ പങ്കെടുത്തു. തൃശൂർ ലൂർദ് മെത്രോപൊളിറ്റൻ കത്തീഡ്രൽ പരിശുദ്ധ മലോത്ഭവ മാതാവിന്റെ 138ാം തിരുനാൾ ആഘോഷം സമാപിച്ചു. രാവിലെ പരേതർക്കു വേണ്ടി പാട്ടുകുർബാനയായിരുന്നു. മുഖ്യ കാർമ്മികൻ വികാരി റവറൻഡ് ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ. വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് സഹവികാരി റവറൻഡ് ഫാദർ അനു ചാലിൽ കാർമ്മികനായി. അതിനുശേഷം മെഗാ മ്യൂസിക് ഫ്യൂഷൻ 9 മണി മുതൽ പൊതുസമ്മേളനം, തുടർന്ന് വർണ്ണമഴ ആഘോഷത്തോടെ തിരുനാൾ സമാപിച്ചു. ഫാദർ ജിജോ എടക്കളത്തൂർ, തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനറും നടത്തുകൈക്കാരനുമായ ജോജു മഞ്ഞില, കൈക്കാരന്മാരായ തോമസ് കോനിക്കര, ലൂവി കണ്ണാത്ത്, ജോസ് ചിറ്റാട്ടുകര, സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും നേതൃത്വം നൽകി.
മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിയായ ഈസ്റ്റ് ഫോർട്ട് ഡോൺ ബോസ്കോ ലൈനിലുള്ള അമ്പഴക്കാടൻ വീട്ടിൽ തുബാൾക്കി എന്നയാളെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. സ്കൂൾ വിട്ടു വന്നിരുന്ന വിദ്യാർത്ഥിയെ ലൈംഗിക അതിക്രമണ ഉദ്ദേശത്തോടെ ഓട്ടോറിക്ഷ ഡ്രൈവറായ പ്രതി അതിക്രമിക്കുകയായിരുന്നു. വിദ്യാർത്ഥിയുടെ പരാതിയിൽ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിച്ചു. ഇതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ ജിജോ MJ, സബ് ഇൻസ്പെക്ടർ ബിബിൻ P. നായർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീവൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രദീപ്, സൂരജ് എന്നിവരാണ് ഉണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പീച്ചി അണക്കെട്ടിലെ കുട്ടവഞ്ചി സവാരി റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ശക്തൻ സ്റ്റാൻഡ് ആധുനിക രീതിയിലുള്ള കോൺക്രീറ്റിംഗ് അടുത്ത വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുമെന്ന് മേയർ MK വർഗീസ്. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി 13-ന് വോട്ടെടുപ്പ് ആരംഭിക്കും. തൃശൂർ ഫിലാറ്റക് ക്ലബ് നവംബർ 15, 16, 17 തീയതികളിൽ നാഷണൽ ലെവൽ സ്റ്റാമ്പ് നാണയ പ്രദർശനം ആരംഭിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.